കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട അത്യാഹിത വിഭാഗം തുറക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അപകടത്തിലായ ബ്ലോക്കിലെ അറ്റകുറ്റപ്പണിയിൽ ചില പോരായ്മ അഗ്നിരക്ഷാ സേനയുടെ പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഉടൻ പരിഹരിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് ഉള്ളത്. ദിസ്ന, ഇനിയും ഈ അത്യാഹിത വിഭാഗം തുറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നിരവധി പേർ ആശ്രയിക്കുന്ന, സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എന്താണ് ഇപ്പോൾ ഇവർ ഇതിന് നൽകുന്ന വിശദീകരണം? രാഗി, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഈ തീപിടുത്തം ഉണ്ടായിട്ട് 3 മാസങ്ങൾ പൂർത്തിയാവുന്നു. എന്നിട്ട് പോലും അത്യാഹിത വിഭാഗം തുറക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച്. പണി പൂർത്തിയായതായി കാണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ അഗ്നിരക്ഷാ സേനയെ അറിയിക്കുകയും അതുപ്രകാരം അഗ്നിരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ 3 ചെറിയ രീതിയിലുള്ള തകരാറുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ തകരാറുകൾ കൂടി പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിരാക്ഷേപ പത്രം നൽകുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് അഗ്നിരക്ഷാ സേന ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത്. എന്തായാലും ആ പണികൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഒരു സമ്മതപത്രം, അതായത് ഇത് തുറക്കുന്നത് സംബന്ധിച്ച എതിർപ്പില്ലാ രേഖ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. 1 മുതൽ 4 വരെയുള്ള ബ്ലോക്കിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയിൽ സമ്മതപത്രം ലഭ്യമായി കഴിഞ്ഞു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പണി ഇങ്ങനെ അനിശ്ചിതത്തിൽ നീളുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ CPIM-ന്റെ അടക്കമുള്ള ആളുകൾ ഇതിനെ സംരക്ഷണ ജാഥ, അതായത് മെഡിക്കൽ കോളേജിനെ മനഃപൂർവ്വം തകർക്കുവാൻ BJP-യും കോൺഗ്രസും മാധ്യമങ്ങളും കൂടി ഗൂഢാലോചന ചെയ്ത് നടത്തുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞൊരു സംരക്ഷണ ജാഥയൊക്കെ തന്നെ നടത്തിയിരുന്നു. ഈ സംരക്ഷണ ജാഥ നടത്തിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യവും പശ്ചാത്തലവും നമ്മൾ കണ്ടതാണ് രാഗി. ഈ പശ്ചാത്തലം ഒക്കെ തന്നെയും നിലനിൽക്കുമ്പോൾ പോലും 3 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി ആളുകളെ അവിടെ പ്രവേശിപ്പിക്കാമെന്ന ആരോഗ്യമന്ത്രി തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയത്. എന്നിട്ട് പോലും ഈ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ താൽക്കാലികമായി പഴയ ബ്ലോക്കിലാണ് ഈ അത്യാഹിത വിഭാഗം തുടർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ്. അവിടെ ചില പരിമിതികളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ആശ്രയിക്കുന്നത്, അതായത് വയനാട് ജില്ലയെ ഉൾപ്പെടെ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ഇനിയും തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. തീപിടുത്തമുണ്ടായിട്ട് ഏതാണ്ട് 3 മാസം പിന്നിടുന്നു.